ഹലോ ഗൈസ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ ഒന്നുമില്ല സംസാരിക്കുന്നത് നമ്മുടെ ഹ്യുണ്ടൈ ഇനി 2025 പുറത്തിറക്കാൻ പോണ ഒരു 7 വാഹനങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചില വാഹനങ്ങൾക്ക് ഇതിൽ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള വാഹനങ്ങളുടെ ഫേസ് ലിഫ്റ്റാണ് കൂടുതലും ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വെഹിക്കിൾ നമ്മുടെ വെന്യൂ ആണ്. അപ്പോൾ അതിൽ പവർ ട്രെയിനിലും കാര്യങ്ങളൊന്നും മാറ്റില്ല, അതായത് പവർ ഫിഗേഴ്സിലോ കാര്യങ്ങളൊന്നും വരണ്ടാവില്ല. പക്ഷേ അതിൽ കുറച്ചും കൂടി ബെറ്റർ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ലുക്കിൻ്റെ ചില എലമെൻസിലൊക്കെ ചെറിയ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അങ്ങനെയാണ് ആ വാഹനം കൊണ്ടുവരാൻ നിൽക്കുന്നത്. അത്യാവശ്യം ഒന്ന് എന്താ പറയുക, ഇപ്പോൾ ലുക്കിൻ്റെ കാര്യങ്ങളിലാവും മെയിനായിട്ട് മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഫീച്ചേഴ്സിലും കുറച്ചും കൂടി നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി ഫീച്ചേഴ്സ് കൊണ്ടുവരാറുണ്ട്. അതുപോലെ ഇനി വെന്യൂവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ രണ്ടാമത്തെ വെഹിക്കിൾ നമ്മുടെ ക്രെറ്റ ഉണ്ടോ, ഹ്യുണ്ടയുടെ. അപ്പോൾ ഹ്യുണ്ടയുടെ ക്രെറ്റ EV വന്നു കഴിഞ്ഞ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒരു ഹൈബ്രിഡ് വെർഷൻ ഉണ്ടോ. അപ്പോൾ 2025 തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പവർ ട്രെയിനിൽ ചെറിയൊരു മാറ്റം വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ഹൈബ്രിഡ് ആകുമ്പോൾ എന്തായാലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തായാലും എഞ്ചിന് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ക്രെറ്റ ഫീച്ചേഴ്സ് കൊണ്ട് ഒട്ടും പുറകിലല്ലാത്തൊരു വാഹനമാണ് ആ സെഗ്മെൻറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഒരു പുതിയ വാഹനം ഇറക്കുമ്പോൾ എന്തായാലും കോമ്പറ്റീറ്റേഴ്സ് അത്യാവശ്യം ആയതുകൊണ്ട് എന്തായാലും അത്യാവശ്യം ഫീച്ചേഴ്സ് കൂട്ടാൻ നല്ല ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. മാത്രമല്ല ഹൈബ്രിഡാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വേറെ കാര്യമായിട്ടുള്ള ലുക്കിലോ കാര്യങ്ങളിലോ മാറ്റങ്ങളോ അങ്ങനെ പ്രത്യേകിച്ചുള്ള മാറ്റങ്ങളൊന്നും ക്രെറ്റയിൽ നമുക്ക് ഫോട്ടോയിലൊന്നും കാണാൻ കഴിയുന്നില്ല. ഇനി വാഹനം ഇറങ്ങുമ്പോൾ എന്തായാലും നമുക്ക് ഒരു വീഡിയോ വരാൻ പോകുന്ന വേറെ വാഹനം നമ്മുടെ മൂന്നാമത്തെ വാഹനം ഹ്യുണ്ടൈയുടെ ടക്സൺ ആണ് കേട്ടോ. അപ്പോൾ ടക്സൺ ഒന്നുകൂടി നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഫീച്ചർ റിച്ച് ആയിട്ടും അതുപോലെ അതിൻ്റെ കുറേ എലമെൻറ്റ്സ് അലോയ് വീൽസ് കാര്യങ്ങൾ ഡാഷ് ബോർഡ് അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വരുത്തിയിട്ട് ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടക്സൺ. പിന്നെ സീറ്റ് പ്ലേറ്റ് അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ ടക്സൺ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ടക്സൺ ഈ അടുത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല, എൻജിൻ സൈഡിലൊന്നുമില്ല. പക്ഷേ മാറ്റങ്ങളുണ്ടോ വെച്ചെങ്കിൽ മാറ്റങ്ങളുണ്ട്. എന്തെങ്കിലും മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണോ വെച്ചെങ്കിൽ അല്ല. അങ്ങനത്തെ ഒരു മാറ്റങ്ങളായിട്ടാണ് ഇനി വരാൻ പോണ പുതിയ ഹ്യുണ്ടൈയുടെ ടക്സൺ. അപ്പോൾ അതാണ് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ വെഹിക്കിൾ. നാലാമത്തെ വാഹനം വേറെ ഏതല്ല, നമ്മുടെ എക്സ്റ്റർ ഉണ്ടല്ലോ. എക്സ്റ്ററിൻ്റെ ഒരു EV വെർഷൻ വരാൻ പോകുന്നു. പേര് മാറിയിട്ടുണ്ട് കേട്ടോ, ഇൻസ്റ്റർ EV ഏതാണ് വാഹനത്തിൻ്റെ പേര്. അതായത് ഇപ്പോൾ ടാറ്റ പഞ്ചിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലാണ് നമ്മുടെ എക്സ്റ്ററൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ടാറ്റ പഞ്ചിനായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇൻസ്റ്റർ എന്ന EV ഇറക്കിയത് തന്നെ, അതായത് ഇറക്കാൻ പോകുന്നത് തന്നെ. ഇപ്പോൾ ടാറ്റ പഞ്ച് അത്യാവശ്യം നല്ല സെയിലുള്ള ഒരു വാഹനമാണ്. EVയുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല സെയിലുണ്ട് ടാറ്റ പഞ്ചിന്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വെട്ടിക്കുറയ്ക്കാനുള്ള പരിപാടിയാണ് ഹ്യുണ്ടൈ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാവും ഇൻസ്റ്റർ EV വരുന്നത് എന്തായാലും. അപ്പോൾ ചെറിയൊരു രീതിയിൽ ബഡ്ജറ്റ് കാറിലൊരു EVയിലൊക്കെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാവും നമ്മുടെ ഇൻസ്റ്റർ EV ആക്കട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒന്ന്, അതായത് ആ ലെവലിൽ ടാറ്റ പഞ്ചൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നത്, പക്ഷേ ടാറ്റ ഇഷ്ടമല്ല അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു വാഹനം നമ്മുടെ വിപണിയിൽ എന്തായാലും വരുന്നുണ്ടാവും. അതായത് ഇൻസ്റ്റർ EVൻ്റെ പേരിൽ. അപ്പോൾ അത് വേണ്ടവർക്ക് മേടിക്കാം, വേണ്ടവർക്ക് മേടിക്കണ്ട. അപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ വെഹിക്കിൾ കേട്ടോ. ഇനി അഞ്ചാമത്തെ പറഞ്ഞെങ്കിൽ ഒരു വെഹിക്കിൾ ഒരു റൂമറാണ്. അതായത് നമ്മുടെ ഹ്യുണ്ടൈയുടെ അൽക്കസാർ ഉണ്ടല്ലോ, അൽക്കസാറും അതേപോലെ നമ്മുടെ എന്താ പറയുക ടക്സൺ, ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഒരു ഇലക്ട്രിക് SUV ഹ്യുണ്ടൈ ഈ ഇടയ്ക്ക് അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, കാര്യമായിട്ട് ഒരു ന്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ആറാമത്തെ വിഷയമായിട്ട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്തായാലും അൽക്കസാർ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യുണ്ടൈയുടെ 7 സീറ്റർ ആയിട്ടുള്ള കുറച്ച് കുഴപ്പമില്ലാത്ത പ്രീമിയം ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലെല്ലാം കൊണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലും നമ്മുടെ ടക്സൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം SUV ആണ് നമ്മുടെ ഹ്യുണ്ടൈയുടെ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ലൊരു ഇലക്ട്രിക് SUV വരാൻ പോകുന്നു. അപ്പോൾ അത് ആ ഒരു ന്യൂസ് മാത്രം. ഇനി ആറാമത്തെ വെഹിക്കിൾ വേറെ ഇതല്ല, നമ്മുടെ കിയയുടെ EV9 ഒക്കെ ഉണ്ടല്ലോ, അതേ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഹ്യുണ്ടൈയുടെ ഒരു അടിപൊളി ഇലക്ട്രിക് SUV വരാൻ പോകുന്നു. ഇപ്പോൾ നിലവിൽ വന്നാൽ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിളാണ് അത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വർഷം വേറെ ഇതല്ല, നമ്മുടെ ഹ്യുണ്ടൈയുടെ IONIQ 9. അതായത് ഒരു പ്രീമിയം ഇലക്ട്രിക് SUV നോക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. IONIQ 5 ഒക്കെ എന്താ പറയുക മാരകം, അതായത് ലുക്കിലാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട വാഹനമാണ് കേട്ടോ നമ്മുടെ IONIQ 5 ഒക്കെ. അപ്പോൾ IONIQ 9 ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ EV9 ഉണ്ടല്ലോ കിയയുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ആ ഒരു ആർക്കിടെക്ചറിലാണ് വാഹനം മൊത്തത്തിൽ വരാൻ പോകുന്നതാണെന്ന് നമുക്ക് റൂമറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസാണ് ആറാമത്തെ. വേറെ ഒരൊറ്റ ഡീറ്റെയിൽസ് പോലും കിട്ടിയില്ല. അപ്പോൾ ഡീറ്റെയിൽസ് മൊത്തത്തിൽ കിട്ടുമ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്തത് വേറെ അതല്ല, നമ്മുടെ ഏഴാമത്തെ വെഹിക്കിൾ നമ്മുടെ ഹ്യുണ്ടൈ ക്രെറ്റയുടെ ഹ്യുണ്ടൈ വെന്യൂയുടെ ഡെയിലി ഒരു IC എഞ്ചിൻ്റെ ഒരു വെഹിക്കിൾ.
അപ്പോൾ ഇലക്ട്രിക്കോ അങ്ങനെ ഹൈബ്രിഡോ പരിപാടികളൊന്നുമല്ല. ഒരു ICE നോർമൽ നാച്ചുറലി ആസ്പിറേറ്റഡോ അതോ ടർബോ പെട്രോളോ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു ICE ഉള്ള വെഹിക്കിൾ നമ്മുടെ ഹ്യുണ്ടൈ ക്രെറ്റയുടെ ഹ്യുണ്ടൈ വെന്യൂടെ ഇടയിലുള്ള ഒരു പൊസിഷൻ കിട്ടുന്നത്. അതായത് ആ ഫീച്ചേഴ്സ് കൊണ്ടാണെങ്കിലും വലിപ്പം കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ വില കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിന് ഇടയിലുള്ള ഒരു വെഹിക്കിളാണ് അത് ഇറക്കാൻ പോകുന്നത് ഹ്യുണ്ടൈ. അപ്പോൾ അതിൻ്റെ പേര് ഹ്യുണ്ടൈ ബയോൺ എന്നാണ്. അപ്പോൾ ബയോൺ എന്ന് പറഞ്ഞിട്ട് ഒരു SUV ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഹ്യുണ്ടൈക്ക് കൂടുതൽ ഇപ്പോൾ SUV-യിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല SUV ഹ്യുണ്ടൈ പുറത്തിറക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വെഹിക്കിൾസ് കേട്ടോ. ഇത്രയും വെഹിക്കിൾസാണ് ഇപ്പോൾ ഹ്യുണ്ടൈ ഇറക്കാൻ പോകുന്നത്. ഏകദേശം 7ഓളം വെഹിക്കിൾസ് എന്തായാലും ഈ ഇടയ്ക്ക് നമുക്ക് 2025 ഹ്യുണ്ടൈയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മിക്ക ബ്രാൻഡ്സും അത്യാവശ്യം നല്ല നല്ല വെഹിക്കിൾ ഇറങ്ങിയിട്ട് നല്ല കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡായി മാറിയിട്ടുണ്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. കോമ്പറ്റീഷൻ കുറവെന്നല്ല, എന്നാലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ EV ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ വാഹനങ്ങൾ ഇറക്കിയിട്ട് നല്ല രീതിയിൽ കോമ്പറ്റീഷനാണ്. അപ്പോൾ എന്തായാലും ഹ്യുണ്ടൈ പിറകോട്ടൊന്നല്ല, അവർ അത്യാവശ്യം നല്ല നല്ല വെഹിക്കിൾസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.